ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നിനുഷാജി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യം 3 കാർഡ്ബോർഡ് പീസസ് കട്ടി കുറഞ്ഞ് കണ്ടോ, പിന്നെ ഒരു കത്രിക, പിന്നെ 2 കളേഴ്സ് ആൽക്കഹോൾ മാർക്കേഴ്സാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഫെവിക്കോൾ ആൻഡ് 2 പെൻസിൽ 1 പെൻ, ബ്ലൂ പെൻ വേണ്ട. ഓക്കെ, ഇത്രയൊക്കെയാണ് ചെയ്യേണ്ട സാധനം. അപ്പോൾ നമ്മൾ എന്നൊരു ക്യാൻഡിൽ ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോണത്. ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യാം. അല്ല, ജിഞ്ചർ ബ്രെഡ് അടിച്ചപ്പോൾ ഡ്രോയിങ് ആയിരുന്നില്ല വന്നത്. അപ്പോൾ ഡ്രോയിങ് അടിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുറേ ഇമേജസ് വരും. അതിൽ ഇഷ്ടമുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. സെലക്ട് ചെയ്തിട്ട് ഈ പേപ്പറിൽ വരച്ചു കൊടുക്കാം. ഈ കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് ട്രേസ് എടുക്കാൻ പറ്റില്ല. പറ്റും, എന്നാലും ചെറുതായിട്ട് കാണുള്ളൂ. അതുകൊണ്ട് നമുക്ക് വരച്ചെടുക്കാം. നമ്മൾ വരച്ചെടുത്തു, സൂപ്പർ കൊളായി. അതുകൊണ്ട് നമുക്ക് വീണ്ടും വരയ്ക്കാം. ഒരു വട്ടം കൂടെ വരച്ചെടുക്കണം. ഇതും നേരത്തെ പോലെ കൊളായി, എന്നാലും നേരത്തെ അത്ര കൊളായില്ല. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. സൂപ്പർ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇനി ക്യാൻഡിൽ ഹോൾഡർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുക. അത് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് കുഴപ്പമില്ല, 2 ലെയർ ഒന്നും ഒട്ടിക്കണ്ട. കട്ടിയില്ലാത്ത പേപ്പറാണെങ്കിൽ 3-4 ലെയറൊക്കെ ഒട്ടിച്ചാൽ മതി. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കാനായിട്ട് ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല കട്ടിയിൽ കിട്ടും. പിന്നെ നമ്മുടെ ജിഞ്ചർ ബ്രെഡിനെ ഇവിടേക്ക് ഒട്ടിക്കണം. ആദ്യം ഞാൻ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാൻ നോക്കി, പക്ഷെ നടക്കില്ല എന്നറിഞ്ഞപ്പോൾ പേപ്പറിൻ്റെ കട്ടി ഇത്രയും കൂടെ കൂട്ടാൻ കരുതി. അങ്ങനെ നമുക്ക് പേപ്പറിൻ്റെ കട്ടി കുറച്ചും കൂടെ കൂട്ടാം. ഓക്കെ, അപ്പോൾ വേറെ 2 സർക്കിൾസും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതും ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാം. കയ്യിലൊക്കെ കുറേ ഗ്ലൂ ആയി. അപ്പോൾ നല്ല കട്ടി വന്നിട്ടുണ്ട്. ഇനി ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ജിഞ്ചർ ബ്രെഡിനെ. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ബ്രെഡ് ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. ഇനി വല്ല ക്യാൻഡിലൊക്കെ ഇവിടെ എടുത്ത് വയ്ക്കാം. അപ്പോൾ ബൈ.